കോൺഗ്രസും CPM-ഉം രണ്ട് വഴിയിൽ. മോദി വിജയിച്ചു, വാക്പോരുകൾ മുറുകുന്നു അതിരുകടന്ന നേതാക്കൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും മാസങ്ങളായി കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിക്കെതിരെയും ആഞ്ഞടിച്ച് ആക്രമിക്കുകയായിരുന്നു. രാഹുലിൻ്റെ ഓഫീസ് തകർത്തിട്ടും രാഹുൽ ഒന്നും മിണ്ടിയിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം മോദി കേരളത്തിലെത്തി പിണറായിയെയും മകളെയും സ്വർണ്ണക്കടത്തും കരുവന്നൂർ ബാങ്കിനെയും പറ്റി ആഞ്ഞടിച്ചു. 1 ലക്ഷം കോടിയുടെ അഴിമതി പിണറായി വിജയൻ നടത്തിയെന്നും പറഞ്ഞു. അപ്പോഴും രാഹുലിനെതിരെയാണ് പിണറായി നാട് മുഴുവൻ പ്രചരണം നടത്തിയത്. സഹികെട്ടപ്പോഴാണ് രാഹുൽ ഒരു പ്രാവശ്യം മാത്രം മറുപടി പറഞ്ഞത്. ഇത്രയും കാലം പിണറായി രാഹുലിനെതിരെ പറഞ്ഞപ്പോൾ കാരാട്ടും യെച്ചൂരിയും കേട്ട് സന്തോഷിക്കുകയായിരുന്നു എന്ന് UDF നേതാക്കൾ ആരോപിച്ചു. എന്നാൽ പിണറായിയെ പറ്റി പറഞ്ഞപ്പോൾ രാഹുലിനെതിരെ കാരാട്ടും യെച്ചൂരിയും തിരിയുകയായിരുന്നു. അതിൻ്റെ യഥാർത്ഥ കാരണം ജനങ്ങൾക്ക് നല്ലപോലെ അറിയും. കേരളം മാത്രമാണ് ആശ്രയത്തിനുള്ളത്, വേറെ വഴിയില്ലെന്ന് എല്ലാവർക്കും അറിയും. കുളങ്കരയ്ക്ക് മോദിക്ക് കൊടുക്കുന്നു. ഇന്ത്യ മുന്നണിയെല്ലാം തൽക്കാലം നിലനിൽപ്പിന് മാത്രം. എത്ര ലോക്യത്തിൽ പോയാലും CPM അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വരും. അതുകൊണ്ടാണ് ബംഗാളിലും ത്രിപുരയിലും തകർന്നടിഞ്ഞതെന്ന് UDF നേതാക്കൾ ചൂണ്ടിക്കാട്ടി. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും CPM നേതാക്കളുടെ സ്വഭാവം മാറി. AK ബാലൻ പറഞ്ഞത് ശരിയാണ്. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് എന്നും ആക്ഷേപം CPM ഇന്ത്യ മുന്നണിയിൽ എന്നത് പ്രഹസനം മാത്രമാണ്, ആദ്യം നേടാനുള്ള അടവ് മാത്രം. കോൺഗ്രസിന് കൂട്ടുകൂടി നേടാവുന്ന സീറ്റുകൾ നേടുകയാണ് ആ അജണ്ടയുടെ തന്ത്രമാണ് എന്ന് UDF നേതാക്കൾ ആരോപിച്ചു. CPM-മായി ഏച്ചുകുട്ടിയാൽ മുഴച്ചു നിൽക്കും. ഇപ്പോൾ അവരുടെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും സ്വഭാവം പുറത്തു വന്നില്ലേ എന്ന് UDF ഘടകകക്ഷി നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് നേതാക്കൾ കരുതിയിരിക്കണമെന്നും വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണമെന്നും സീനിയർ നേതാക്കൾ ഉപദേശിക്കുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്തവർ മറുഭാഗത്തുള്ളപ്പോൾ കരുതൽ ആവശ്യം തന്നെയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ തമ്മിൽ ചെളുവാരി എറിയുന്നത് BJP നേട്ടമുണ്ടാക്കി. വടകരയിലെ സംഭവം ഇതിനൊരു ഉദാഹരണമായി കണക്കാക്കാവുന്നതാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പരാതിയിൽ ശശി തരൂരിനെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ കേസെടുത്ത പോലീസ്. മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ പരാതിയിലാണ് കേസ് എടുത്തത്. മതസംഘടനകൾക്ക് പണം നൽകി രാജീവ് ചന്ദ്രശേഖർ വോട്ട് വാങ്ങിക്കുന്നതായി ചാനൽ അഭിമുഖത്തിൽ ശശി തരൂർ പറഞ്ഞുവെന്നാണ് ആരോപണം. ഇതിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖർ പരാതി നൽകിയത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന് താക്കീത് നൽകിയിരുന്നു. പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്നും ശശി തരൂരിനെ ചന്ദ്രശേഖരനെതിരെ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നും കമ്മീഷൻ വിലയിരുത്തി. ശശി തരൂരിൻ്റെ ന്യായവാദങ്ങളും മതജാതി വികാരം ഉണർത്തുന്നതാണെന്ന BJPയുടെ വാദങ്ങളും കമ്മീഷൻ തള്ളുകയായിരുന്നു. മോദിക്കെതിരെ ആദ്യമായി പിണറായി വിജയൻ രംഗത്ത്. മോദി കേരളത്തെയും ബീഹാറിനെയും അപമാനിച്ചു. ഇന്ത്യയിൽ അഴിമതി സംസ്ഥാനം കേരളമാണെന്ന് ആധികാരിക റിപ്പോർട്ട് വെച്ചാണ് പ്രധാനമന്ത്രി കേരളത്തെ അപമാനിക്കുന്നത് പ്രസ്താവന നടത്തുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് പിണറായി ആഞ്ഞടിച്ചത്. കേരളത്തിൽ അഴിമതി എന്ന മോദിയുടെ പരാമർശത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു. കുടുംബവാഴ്ചയിലും അഴിമതിയിലും ബീഹാറിലെ രാഷ്ട്രീയക്കാരെ പോലെ തോൽപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ പിണറായി സർക്കാർ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ആരോപണം. ഇതിനെല്ലാം ചേർന്നാണ് പിണറായിയുടെ മറുപടി. നരേന്ദ്രമോദി പിണറായിക്കെതിരെ അഴിമതി ആരോപണങ്ങളും കരുവന്നൂർ ബാങ്ക് കൊള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം കോടിയുടെ അഴിമതി ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതിനെതിരെ മുഖ്യമന്ത്രി മറുപടി അന്ന് പറഞ്ഞിരുന്നില്ല എന്ന ആരോപണം ശക്തമായപ്പോഴാണ് പിണറായി രണ്ടും കൽപ്പിച്ച് മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. തീഹാർ ജയിലിൽ വെച്ച് അരവിന്ദ് കെജ്രിവാളിനെ വധിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഭാര്യ സുനിത കെജ്രിവാൾ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തീഹാർ ജയിലിൽ വെച്ച് ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നതായി കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാൾ ആരോപിച്ചു.
എന്താണെന്ന് അധികൃതർ നിരീക്ഷിച്ചു വരികയാണ്. കേജ്രിവാൾ ഭക്ഷണം കഴിക്കുന്നത് നിരീക്ഷിക്കാൻ അവർ പ്രത്യേകം CCTV സ്ഥാപിച്ചിരിക്കുകയാണെന്നും പറയുന്നു. CCTV വയ്ക്കുന്നത് കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മനുഷ്യന് ആഹാരം കഴിക്കുന്നത് അവരുടെ ഇഷ്ടപ്രകാരമാണ് എന്നും അദ്ദേഹം ഒരു പ്രമേഹ രോഗിയാണ്, 12 വർഷമായി ഇൻസുലിൻ ഉപയോഗിക്കുന്നു, എന്നാൽ ജയിലിനകത്ത് എല്ലാ കാര്യങ്ങളും ജയിൽ അധികൃതരുടെ നിയന്ത്രണത്തിലാണെന്നും സുനിത ചൂണ്ടിക്കാട്ടി.